മക്കൾ നല്ലവരാകണം, മിടുക്കരും വലിയവരുമാകണം എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകാനിടയില്ല. എന്നാൽ ഇന്ന് മാതാപിതാക്കൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി മക്കൾക്ക് അവർ മാതൃകകളാകുന്നുണ്ടോ എന്നുള്ളതാണ്. മക്കളെ ഞങ്ങളെ കണ്ടു പഠിക്കുക എന്ന് പറയാൻ പറ്റാത്ത ദയനീയാവസ്ഥയിലുള്ള പല മാതാപിതാക്കളും. കാരണം തങ്ങൾ നടക്കുന്ന വഴികളും തങ്ങളുടെ പ്രവർത്തന രീതികളും മക്കൾക്ക് കണ്ടു പഠിക്കാനോ അനുകരിക്കാനോ പറ്റിയതല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. മക്കളെ സുഖസമൃദ്ധിയിൽ വളർത്താൻ വേണ്ടി മാതാപിതാക്കൾ കാട്ടിക്കൂട്ടുന്ന തത്രപ്പാടുകൾ അനുകരണാർഹമല്ല എന്നവർക്കറിയാം. ഈ ആത്മസംഘർഷം ഇന്നത്തെ മാതാപിതാക്കളുടെ വലിയൊരു ദുര്യോഗമാണ്. മക്കളെ വലിയവരാക്കാൻ മികച്ച വിദ്യാഭ്യാസം കൊടുക്കാം, പ്രഗത്ഭരായ അധ്യാപകരുടെ പക്കൽ പരിശീലിപ്പിക്കാം. എന്നാൽ അവർ നല്ലവരും വലിയവരുമാകണമെങ്കിൽ ആത്യന്തികമായി മാതാപിതാക്കളിൽ നിന്ന് ജീവിതാനുഭവത്തിൻ്റെ ചൂടും ചൂരും പകർന്നു കിട്ടണം. മക്കൾക്ക് അറിവ് ഉപദേശിച്ചാൽ അവർ മിടുക്കരായേക്കും, പക്ഷേ നല്ലവരാകില്ല. പറഞ്ഞു കൊടുക്കുന്ന അറിവിനേക്കാൾ പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങളാണ് മക്കളെ നല്ലവരാക്കുന്നത്. മക്കൾ നല്ലവരാകണോ, വലിയവരാകണോ, മിടുക്കരാകണോ എന്ന് ചോദിച്ചാൽ മക്കൾ നല്ലവരാകണം എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുക. മാതാപിതാക്കളെ സംബന്ധിച്ച് വിശുദ്ധരായ മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ സത്യം ഇന്നത്തെ തലമുറ തിരിച്ചറിയണം. മക്കൾക്കായി സ്വത്ത് സമ്പാദിച്ച് അത് അവർക്കായി കൈമാറുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഐശ്വര്യവും അതിനൊപ്പം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. ദൈവാനുഗ്രഹം കൈമാറാനുള്ള കൈവഴികളാണ് മക്കൾ. മക്കളെ എങ്ങനെ വിശുദ്ധരാക്കാം എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഭക്തരായ ശക്തരാണ് ശക്തരായ ഭക്തരേക്കാൾ അഭികാമ്യം. ഭക്തി വിസ്മരിച്ചുകൊണ്ടുള്ള ശക്തി കൃപയില്ലാത്ത കല പോലെയാണ്. ധാരാളം കലകൾ നമുക്കുണ്ട്, നാം കാണുന്നുമുണ്ട്. എന്നാൽ കൃപയില്ലാത്ത കലകൾ മൂല്യരഹിതമായി അധംപതിക്കുന്നു. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ അനുസ്മരിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾ വേരുകളും മക്കൾ ശാഖകളുമാണ്. മാതാപിതാക്കളുടെ മനസ്സ് ശാന്തവും ഹൃദയം നിർമ്മലവും മനസാക്ഷി സംശുദ്ധവും വഴികൾ ദൈവത്തിന് പ്രീതികരവുമായാൽ മാത്രം മതി. മക്കൾ താനെ നന്നായിക്കൊള്ളും. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക എന്നത് എത്രയോ അർത്ഥഗർഭമാണ്. അല്ലെങ്കിൽ പിന്നീട് മുതിർന്നു കഴിയുമ്പോൾ യഥാർത്ഥ വഴിയിലൂടെ നടക്കാനുള്ള ജ്ഞാനം കിട്ടിയെന്നു വരില്ല. സ്നേഹം, ത്യാഗം, സേവനം, സഹനം, അച്ചടക്കം, സഹിഷ്ണുത തുടങ്ങിയ ഉന്നതമായ മൂല്യങ്ങൾ കുടുംബത്തിൽ പകർന്നു നൽകാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഇത്തരത്തിൽ മൂല്യങ്ങളുടെ വെല്ലുവിളി മക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അത് അവർക്ക് ഗുണകരമായി ഭവിക്കൂ. കേട്ടും അറിഞ്ഞും പഠിച്ചും കേമന്മാരാകാം, എന്നാൽ കണ്ടും അറിഞ്ഞും പഠിക്കുന്നവനെ വിശുദ്ധനാകാൻ കഴിയൂ. നാടിനും വീടിനും കൊള്ളാത്തവൻ എന്ന് മുദ്ര കുത്തപ്പെടുന്ന പലരുമുണ്ട്. അവർ നാടിനും വീടിനും ഉപയുക്തരാകാത്തതിനുള്ള പ്രധാന കാരണം നന്മയുടെ പാഠങ്ങൾ അവർ കുടുംബത്തിൽ നിന്ന് അഭ്യസിച്ചിട്ടില്ല എന്നതാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവൻ വളർന്നു വന്നു എന്നാണ് യേശുവിൻ്റെ ബാല്യത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ തിരുവചനം വലിയ പ്രചോദനവും ശക്തി സ്രോതസ്സുമാകണം. ജ്ഞാനത്തിൽ വളരുക എന്നാൽ ദൈവപ്രീതിയിൽ വളരുക എന്നാണ്. പ്രായത്തിൽ വളരുക എന്നതോ ലോകത്തിൽ മനുഷ്യരുടെ പ്രീതിയിൽ ജീവിക്കുക എന്നതും. ഈ സന്തുലിതാവസ്ഥയിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിയുമെങ്കിൽ അവർ വിശുദ്ധരായ നല്ല മക്കളായി മിടുക്കരായി തീരുമെന്നതിൽ ഒരു സംശയവും വേണ്ട. മക്കളെ എങ്ങനെ നല്ലവരാക്കി വളർത്താം എന്ന മാനിഫെസ്റ്റോ മാതാപിതാക്കൾക്കായി പലയിടത്തും കാണാം. നമ്മുടെ നല്ല പാരമ്പര്യങ്ങളും കീഴ്വഴക്കങ്ങളുമൊക്കെ അതിനുള്ള പോംവഴികളാണ്. നല്ല പാരമ്പര്യങ്ങൾക്കുള്ള പ്രസക്തി പറയേണ്ടതില്ലല്ലോ. കുടുംബത്തോടുള്ള സ്നേഹം, ഇടവകയോടുള്ള സ്നേഹം, ദൈവത്തിന് കൽപ്പിക്കപ്പെടേണ്ട പ്രഥമ സ്ഥാനം, ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, സഹജീവികളോടുള്ള പരിഗണന, ഇതിനൊക്കെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെയും സന്മാർഗബോധം പരിശീലിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു.
ഇന്നു മക്കളെ മിടുക്കരാക്കാനും വലിയവരാക്കാനുമുള്ള ആശയങ്ങളും ആസൂത്രണങ്ങളും മാതാപിതാക്കളുടെ പക്കലുണ്ട്. എന്നാൽ അവരെ വിശുദ്ധരാക്കി വളർത്താനുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. മക്കളെ വിശുദ്ധരാക്കി വളർത്താൻ മാതാപിതാക്കളെ പ്രചോദിപ്പിക്കുകയും അതിനുവേണ്ട ജ്ഞാനം അതിൻ്റെ വിശുദ്ധിയിൽ പകർന്നു കൊടുക്കുകയുമാണ് ആദ്യം വേണ്ടത്.